ഇതെന്താന്ന് മനസ്സിലായ? നൈസ് പത്തിരി, നല്ല പട്ട് പോലത്തെ പത്തിരിയാണ് കേട്ടോ. ഇതിങ്ങനെ തൊടുമ്പോഴേക്ക് രണ്ട് വിരൽ മതി ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട്, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം എളുപ്പത്തിൽ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തു. ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ അത് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലിട്ടിട്ട് തീ കുറച്ച് വയ്ക്കുക കേട്ടോ. സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുക. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇത്തിരി കട്ടിയുള്ള സ്പൂൺ എടുത്തോ, അപ്പോൾ കുഴയ്ക്കാൻ നല്ല സുഖം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് തേച്ച് കുഴച്ച് ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ ഈ വെള്ളം നന്നായിട്ട് വറ്റി ഈ പരുവാവണ വരെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിങ്ങനെ ഒരു ബോൾ പോലെ ആക്കാൻ പറ്റണ പരുവം വരെ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ കുഴയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതുപോലെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അങ്ങനെ തന്നെ ഇനി കൈ കൊണ്ട് ഇപ്പോൾ തൊടണ്ട കേട്ടോ, കൈ പൊള്ളും. ഇതിപ്പോൾ തന്നെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പോവാം. അത് കഴിഞ്ഞ് വന്നിട്ട് ഇനി ചൂട് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് അത് കുഴച്ചെടുത്തത് നന്നായിട്ട് കൈകൊണ്ട് ആദ്യം നമുക്കിങ്ങനെ തോന്നും ഇത് ഇത്ര ഹാർഡായിട്ടല്ലേ ഇരിക്കണേന്ന്. പക്ഷേ ഇങ്ങനെ കുഴച്ച് വരുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ നമുക്ക് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഓരോ ബോൾസ് അതിൽ നിന്ന് എടുക്കുക. നന്നായിട്ട് ഇങ്ങനെ കുഴച്ചോളൂ കേട്ടോ. കുഴയ്ക്കുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആവുക പത്തിരി ചുട്ടെടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇങ്ങനെ ഓരോ ബോൾസ് എടുത്തിട്ട് പരത്തുക, ചൂടുക. അപ്പോൾ എല്ലാതും ഇങ്ങനെ ബോൾസാക്കി വെച്ച് അത് അടച്ച് വെച്ചാൽ നല്ലതാണ്. പിന്നെ കൂടുതൽ ഡ്രൈ ആവില്ല. പിന്നെ ഓരോ ബോൾസ് എടുക്കുക, അതിൽ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ വിതറി കൊടുക്കുക. എന്നിട്ട് പതുക്കനെ അധികം ബലം കൊടുക്കണ്ട, അധികം പ്രഷറൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. കനം കുറച്ച് ഇത് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. എത്ര കനം കുറയ്ക്കാൻ പറ്റുന്നോ അത്ര കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുക. ഷേപ്പൊന്നും നോക്കൊന്നും വേണ്ട. ഷേപ്പ് നമ്മൾ ഇപ്പോൾ പ്രസ്സിലൊന്നുമല്ലല്ലോ, കൈ കൊണ്ട് പരത്തണതല്ലേ. അപ്പോൾ ചിലപ്പോൾ ഷേപ്പൊക്കെ മാറിപ്പോകും, എന്നാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഷേപ്പ് ഉണ്ടാക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു വട്ടത്തിലുള്ള മൂടിയൊക്കെ വെച്ചിട്ട് ഷേപ്പ് ആക്കിയാൽ മതി. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് പരത്തി ചപ്പാത്തി പോലെ തന്നെ. അപ്പോൾ നല്ല ചൂടാക്കുക പാൻ. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചും പെട്ടെന്ന് തിരിച്ച് മറിച്ച് ഇടണം കേട്ടോ. നമ്മുടെ പത്തിരി റെഡി.